ഹായ് ലേൺ ഫോർ പി എസ് യൂട്യൂബ് ചാനലിലും സ്വാഗതം. കേരള പി എസ് നടത്തിയ കേരള വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റന്റ് എന്ന പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ചുള്ള ചെറിയൊരു വിശകലനമാണ് ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷ +2 സയൻസ് എടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളായിരുന്നു. പിന്നെ VHSC ഈ ലബോറട്ടറി ടെക്നീഷ്യന്റെ ഇതുമായി ബന്ധപ്പെട്ട പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കും അയക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു. ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും ഒന്നും അയക്കാൻ, അല്ലെങ്കിൽ അത് മെയിനായിട്ട് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അയക്കാൻ പറ്റുമായിരുന്നില്ല. സയൻസ് എടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു പരീക്ഷയായിരുന്നു. അപ്പൊ ഏകദേശം ഒരു 2,60,000-ഓളം പേര് എന്ത് ചെയ്തു, ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൺഫർമേഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. 2,60,000-ഓളം പേര്, അത്രയും ഇല്ല, അല്പം കുറവാണ്. ഓക്കെ, ഏകദേശം 2,60,000-ഓളം പേര് എന്ത് ചെയ്തു, ഈ ഒരു പരീക്ഷയ്ക്ക് ഒരു കൺഫർമേഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ മിക്ക ക്ലാസ്സുകളിൽ നിന്ന് പരീക്ഷയ്ക്ക് ഉദ്യോഗാർത്ഥികൾ വളരെ കുറവായിരുന്നു. ഏകദേശം ഒരു പകുതി പേരൊക്കെ മിക്ക ക്ലാസ്സിലും പരീക്ഷയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു, മിക്ക ക്ലാസ്സുകളിലും. അപ്പോൾ എങ്ങനെ പോയാലും എനിക്ക് തോന്നുന്നൊരു 1.5 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളെങ്കിലും ഇന്ന് പരീക്ഷ എഴുതിയിട്ടുണ്ടാവാനാണ് സാധ്യത. ഓക്കെ, ഏകദേശം ആണ് പറയുന്നത്, ഉറപ്പില്ല, പറഞ്ഞല്ലോ, ഏകദേശം ഒരു 1.5 ആ ഒരു റേഞ്ചിൽ അകത്തായിരിക്കും മിക്കവാറും പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം തോന്നും. മിക്ക ക്ലാസ്സിൽ പാതിയും അതിൽ കുറവൊക്കെ ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോ ഇനി നമ്മൾ പരീക്ഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിലവിൽ നമ്മൾക്ക് ഈ ഒരു ലാബ് അസിസ്റ്റന്റ് ഈ ഒരു പരീക്ഷയ്ക്ക് നിലവിൽ 21 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 21 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 3 വർഷത്തെ ലിസ്റ്റ് ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ 3 വർഷത്തിൽ ഇനി ഉണ്ടാകുന്ന വേക്കൻസികളും എന്ത് ചെയ്യും, ഈ ഒരു ലിസ്റ്റിൽ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യും, ഉറപ്പായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ കുറച്ചുകൂടെ വേക്കൻസികൾ വരും എന്ന് എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. കേട്ടല്ലോ. അപ്പോ 21 വേക്കൻസികളാണ് ഉള്ളത്. ഇനി പരീക്ഷയെ കുറിച്ച് പറയണമെങ്കിൽ 50 മാർക്കിന് ഒരു നമ്മുടെ MLT-യുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. 50 മാർക്ക് സിലബസ് നമുക്ക് നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 50 മാർക്കിന് MLT-യുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ഈ 50 മാർക്കിനുള്ള ചോദ്യങ്ങൾ അത്യാവശ്യം പ്രയാസമായിരുന്നു. അപ്പൊ ഇതിനുവേണ്ടി പഠിച്ച ഉദ്യോഗാർത്ഥികളുണ്ട്, പഠിക്കാത്ത ഉദ്യോഗാർത്ഥികളും ഒരുപാടുണ്ട്. കാരണം ഇപ്പോൾ LDC പരീക്ഷ ഈ മാസം അവസാനം വരാൻ പോവുകയാണ്. അടുത്ത മാസവും ഒക്കെ LDC പരീക്ഷ ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അതായത് ഇപ്പൊ LDCക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇതിനു വേണ്ടി സമയം മാറ്റി വെക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിൽ തന്നെ സയൻസുമായി ബന്ധപ്പെട്ട ചില ടോപ്പിക്കുകൾ, അതായത് ബോട്ടണി, സുവോളജി, പിന്നെ നമ്മളെ കെമിസ്ട്രി, ഫിസിക്സ് ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ചില ടോപ്പിക്കുകൾ, അതും NCERT ലെവലിലൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ സിലബസ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള കുറെ ചോദ്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യത ഉള്ളൂ കൂടുതലും, മിക്കവരും. അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് മെനക്കെട്ടിരുന്ന് പഠിച്ച ഉദ്യോഗാർത്ഥികളുടെ കുറവായിരിക്കും. ഓക്കെ, എന്നിരുന്നാലും MLT മുമ്പ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പം കുറച്ചെങ്കിലും എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. എന്നിരുന്നാലും അവർക്കും പരീക്ഷ ഇത്തിരി പ്രയാസമായിരുന്നു. അപ്പൊ ഈ MLT 50 മാർക്കിന്റെ ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ അല്പം പ്രയാസമായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു ടോപ്പിക്ക് പഠിക്കാത്ത, എന്താ പറയുക, +2 സയൻസ് എടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഈ MLT-യുടെ ഭാഗം ഉറപ്പായിട്ടും എന്തായിരുന്നായിരിക്കും, പ്രയാസമായിരുന്നായിരിക്കും. ഓക്കെ, അപ്പോൾ MLT-യുടെ 50 മാർക്കിന്റെ ചോദ്യങ്ങൾ വളരെ പ്രയാസമായിരുന്നു. പിന്നെ ഉള്ളത് നമ്മുടെ ബോട്ടണി, സുവോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഈ ഭാഗങ്ങളൊക്കെയാണ്. ഇതില് നമ്മുടെ ഫിസിക്സിന്റെ ഭാഗം താരതമ്യേന എളുപ്പമായിരുന്നു എന്ന് വേണം പറയാൻ, അത്യാവശ്യം. ഇപ്പോ ബാക്കിയുള്ള കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ചോദ്യങ്ങളായിരുന്നു നമ്മുടെ ഫിസിക്സിന് ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറഞ്ഞത്. അത്യാവശ്യം ഡയറക്റ്റ് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കെമിസ്ട്രിയും പിന്നെ ബോട്ടണി, സുവോളജി പറഞ്ഞല്ലോ, അതും അത്യാവശ്യം ഡിഫിക്കൽട്ടായിരുന്നു. താരതമ്യേന പ്രയാസമുള്ള ചോദ്യങ്ങൾ, തീരെ പ്രയാസം എന്ന് പറയില്ല, എളുപ്പമുള്ള പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അത്യാവശ്യം പ്രയാസമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ എന്നുള്ളത് മാത്സിന്റെ ഭാഗത്തുള്ള ചോദ്യങ്ങളാണ്. മാത്സിന്റെ ഭാഗത്തുനിന്ന് 7 ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അത്യാവശ്യം സിലബസ് വെച്ച് നമ്മൾ നോക്കി പോയ ഉദ്യോഗാർത്ഥികൾക്ക്
തീരെ തീരെ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ കടന്നു കയറി ചോദിക്കാതെ ആ ഒരു സിലബസിൽ നിന്നുകൊണ്ട് തന്നെ എന്താ പറയുക അത്യാവശ്യം എളുപ്പം എന്ന് പറയാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അത്യാവശ്യം പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടാനും സാധ്യതയുണ്ട് ഈ രണ്ട് ഭാഗത്ത്. ഓക്കെ, ബാക്കിയുള്ള ഭാഗത്ത് നിന്ന് ഉള്ള എന്താ പറയുക അല്ലെങ്കിൽ ബാക്കിയുള്ള ഭാഗത്ത് നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഒന്നും വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, മിക്ക ഉദ്യോഗാർത്ഥികളും ഒരുപാട് മൈനസ് എന്ത് ചെയ്യും വരുത്തി വയ്ക്കാനുള്ള സാധ്യതയുണ്ട്, ഉറപ്പായിട്ട് വരുത്തി വയ്ക്കും. ചിലപ്പോൾ എന്ത് ചെയ്യും അവിടെ ചെന്നിരിക്കുമ്പോൾ തന്നെ പഠിച്ച ഉദ്യോഗാർത്ഥികൾ പോലും എന്ത് ചെയ്യുക ചിലപ്പോൾ നെഗറ്റീവ് വരാനുള്ള സാധ്യത ഉണ്ട്. ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും ആ 4 ഓപ്ഷൻ ചിലപ്പോൾ നമുക്ക് മുമ്പ് എവിടെയും പഠിച്ചതോ അല്ലെങ്കിൽ കേട്ടുമായിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും. ചിലപ്പോൾ ആ ഉത്തരം ആ ഓപ്ഷൻ ആയിരിക്കും എന്ന് കരുതി എന്ത് ചെയ്യും ചിലപ്പോൾ നമ്മൾ പണ്ട് എവിടെ കേട്ടിട്ടുണ്ടല്ലോ, അപ്പൊ ആ ഓപ്ഷൻ ആയിരിക്കും എന്ന് വിചാരിച്ച് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ചില ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യണം, അത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഒന്നും അറിയത്തില്ല. അപ്പൊ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എവിടെയെങ്കിലും എപ്പോഴും കേട്ടിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ജസ്റ്റ് കറക്റ്റ് ചോദിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യാം ജസ്റ്റ് അപ്പൊ തോന്നുന്ന എന്താണോ അത് എന്ത് ചെയ്യുക അവരെ കറക്റ്റ് നോക്കുക. അങ്ങനെ ചെയ്ത ഉദ്യോഗാർത്ഥികൾ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പോ എന്നിരുന്നാലും ഇതിനു വേണ്ടി പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കും ഈ പരീക്ഷ അത്യാവശ്യം പാടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അതുകൊണ്ട് തന്നെ കട്ട് ഓഫും തീരെ അങ്ങ് ഒരുപാട് കൂടാനും സാധ്യതയില്ല. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു പരീക്ഷയെ കുറിച്ച് പരീക്ഷ എന്ന് പറയുമ്പോൾ ഏകദേശം വേക്കൻസി 21 ഉള്ളൂ. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുന്ന ആൾക്കാരുടെ എണ്ണവും വളരെ കുറവായിരിക്കും. ഏകദേശം ഒരു 150, 200 അകത്തൊക്കെ വരാനായി സാധ്യത തോന്നുന്നു. ഓക്കെ, വേക്കൻസി ഇത്രയും കുറവായുണ്ട് പറയാൻ പറ്റില്ല. ചിലപ്പം 200 മേലെയും പോവാം, പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാലും ഒരു 150, 200 എന്ത് ചെയ്യാൻ മതി, നമുക്ക് തൽക്കാലം പ്രതീക്ഷിച്ചാൽ മതി. തീരെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുത്തുന്ന പ്രതീക്ഷയുണ്ട്, കാരണം വേക്കൻസിയിൽ എണ്ണം കുറവായതുകൊണ്ട് കേട്ടല്ലോ. ഓക്കെ, അപ്പോ അത്തരത്തില് എന്താ ഉൾപ്പെടുത്തുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ കട്ട് ഓഫ് എന്ത് ചെയ്യാം അതനുസരിച്ച് വ്യത്യാസം വരാം. ഞാൻ ഇപ്പോൾ എന്തായാലും കട്ട് ഓഫ് ഒന്നും പറയുന്നില്ല. എന്നിരുന്നാലും ഒരു 50-55 മാർക്കൊക്കെ സേഫ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഒരിക്കലും കട്ട് ഓഫ് അല്ല, കട്ട് ഓഫ് ആയിട്ട് വിചാരിക്കുകയും വേണ്ട. എനിക്ക് മനസ്സിൽ തോന്നിയിട്ട് മാർക്ക് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ കേട്ടല്ലോ. 55 മേലൊക്കെ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ സേഫ് ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അത്രയൊന്നും പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടല്ലോ. കാരണം നേരത്തെ പറഞ്ഞല്ലോ പരീക്ഷ അത്രയും അത്യാവശ്യം പാടായിരുന്നു. ഓക്കെ, അപ്പോ ഇത്രയാണ് പറയാനായിട്ടുള്ളത് പരീക്ഷയെ സംബന്ധിച്ച്. അപ്പോൾ ഇനിയും വരുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട്, അതായത് ഇനി അടുത്ത LDC വരുന്നുണ്ട്. അപ്പോൾ ആ പരീക്ഷകൾക്ക് വേണ്ടി എന്ത് ചെയ്യുക, കഠിനമായിട്ട് പരിശ്രമിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.